കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? ആ ചോദ്യത്തിന് ഉത്തരവില്ല. പക്ഷേ ഈ മണിക്കൂറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു നിരീക്ഷണം എന്താ? കെ.സി. വേണുഗോപാലിന്റെ സാധ്യത മങ്ങുകയാണോ? കെ.സി. വേണുഗോപാൽ അല്ലേ ഹൈക്കമാൻഡിന്റെ ചോയ്സ്? കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തില്ല. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്ര വലിയ നാടകീയത? പാർലമെന്ററി പാർട്ടി യോഗം 1 മണിക്ക് നിശ്ചയിച്ചിട്ടും ആ പാർലമെന്ററി പാർട്ടി യോഗം എപ്പോൾ ചേരും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യപ്പെട്ടു, പക്ഷേ അതിൽ കെ.സിയുടെ പേരില്ല. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ച നീണ്ടു പോകുന്നു. കെ.സി ആണെങ്കിൽ അനൗൺസ് ചെയ്യാൻ എന്താണ് ഇത്ര സമയം? അതെ, ഞാൻ നേരത്തെ ബാലഗോപാലിനോട് ചോദിച്ചു. ബാലു നോക്കൂ, 2 മണിക്കൂറിലേക്ക് എത്തുകയാണ് കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ച. 2 സൂചകങ്ങൾ. ഒന്ന്, തിരുവനന്തപുരത്തേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കെ.സി. വേണുഗോപാലിന്റെ പേര് ലിസ്റ്റ് ഇല്ല. 2 കൂടിക്കാഴ്ച 2ാമത്തെ മണിക്കൂറിലേക്ക് 2 മണിക്കൂർ പൂർത്തിയാവാൻ പോവുകയാണ്. അപ്പോൾ കെ.സി. വേണുഗോപാൽ ആയിരിക്കില്ല. കെ.സി. വേണുഗോപാലിന് രാഹുൽ ഗാന്ധി കൺവിൻസ് ചെയ്യാകാം ഒരു പക്ഷേ. ഒപ്പം കെ.സി. വേണുഗോപാൽ മുന്നോട്ട് വെക്കുന്ന ഒരു പേരിന് അങ്ങനെയാണെങ്കിൽ ഒരു സമവായ സാധ്യത എന്ന നിലയിൽ ഒരു പ്രാമുഖ്യം കിട്ടാനുമുള്ള സാധ്യത, ഇതാണിപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പുതിയ ഫോർമുല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ഏറെക്കുറെ അനുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? രതീഷ, അഭിലാഷ്, ഈ കാര്യത്തിൽ അതായത് ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ 2 പേർ മാത്രമാണുള്ളത്. കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും. പ്രിയങ്ക ഗാന്ധി പോലും ആ കൂടിക്കാഴ്ചയിലെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ 2 പേരും തമ്മിൽ ചർച്ച ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നമുക്ക് നൽകുവാൻ വേണ്ടി കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ചയുടെ സമയം ഇങ്ങനെ നീണ്ടു പോകുന്നതിനാൽ തന്നെ പലതരത്തിലുള്ള അനുമാനങ്ങളും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് കെ.സി. വേണുഗോപാലിൻ്റെ സാധ്യത മങ്ങുന്നു എന്നതാണ്. AICC ബുക്ക് ചെയ്ത ചാർട്ടേഡ് വിമാനത്തിലെ 4ാമത്തെ യാത്രക്കാരൻ സൂര്യകാന്താണ്. അതാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നത്. സൂര്യകാന്ത് AICC മെമ്പറാണ്. പക്ഷേ സൂര്യകാന്തിൻ്റെ പേര് ഒരു ഡമ്മി ആയിട്ടാണോ ബുക്ക് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഏറ്റവും അവസാന നിമിഷം ആ ഡമ്മി ആയ യാത്രക്കാരനെ മാറ്റി കെ.സി. വേണുഗോപാൽ അവിടെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അങ്ങനെ കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും അത് നിയുക്ത മുഖ്യമന്ത്രിയായിട്ടാണോ അതോ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം അവിടുത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണോ പോകുന്നത് എന്ന കാര്യങ്ങളിലൊക്കെയുള്ള അഭ്യൂഹങ്ങളും അവ്യക്തതകളും ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇപ്പോഴും കെ.സി. വേണുഗോപാൽ തുടരുകയാണ്. 9 മണിക്ക് കൃത്യമായി പറഞ്ഞാൽ 8:55 സുനേഹാരി ബാഗിലെ 5ാം നമ്പർ വസതിയിലെത്തിയ രാഹുൽ ഗാന്ധി, ക്ഷമിക്കണം, കെ.സി. വേണുഗോപാൽ ഇപ്പോഴും അദ്ദേഹം അവിടെ തുടരുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന പുതിയ അപ്ഡേറ്റ്, കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകർ 2 പേരിൽ ഒരാൾ മുകുൾ വാസ്നിക് ഇപ്പോൾ വസതിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.